കളമശ്ശേരി ബസ് സ്റ്റാൻഡ് സമീപം ആയിരിക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ച സൃഷ്ടാവായിരിക്കുന്ന ദൈവത്തിന് മാനവരാശിയോട് അറിയിക്കുവാനുള്ള സദ്വാർത്ത നിങ്ങളെ അറിയിക്കുവാൻ ഞങ്ങൾ ഇവിടെ കടന്നു വന്നിരിക്കുന്നു. പ്രിയ സ്നേഹിതരെ, ഒരു പുൽക്കൊടിക്ക് മാത്രം തുല്യരായ മനുഷ്യ ജീവിതത്തിലാണ് നാം ഓരോരുത്തരും ആയിരിക്കുന്നത്. നാം ഇവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? പലതും വിട്ടുപിടിക്കുവാനുള്ള ഓട്ടത്തിൽ മരണം നമ്മളെ കൊണ്ടുപോകുന്നു. നാം ഇവിടുന്ന് ഒന്നും കൊണ്ടുപോകാൻ കഴിയാത്തവരായി മടങ്ങിപ്പോകുന്നു. നാം ഉണ്ടാക്കിയതും നാം അധ്വാനിച്ചെടുത്തതുമായിരിക്കുന്ന പലതും മറ്റുള്ളവർ അനുഭവിക്കുന്നു. പക്ഷെ ദൈവം എന്തിനാണ് നമ്മളെ ഈ ഭൂമിയിൽ ഇറക്കിവിട്ടിരിക്കുന്നത്? ദൈവത്തിന് എന്താണ് നമ്മളെ കുറിച്ചുള്ള പദ്ധതി? എന്നിട്ടാതി കാര്യങ്ങളെ കുറിച്ച് ഉള്ള ഒരു ചിന്തയും ഈ മനുഷ്യ ജീവിതത്തിൽ നൽകപ്പെടുന്നില്ല. അപ്പോൾ ലോകം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായ ദൈവം അയച്ച ദൈവപുത്രനായ ക്രിസ്തു വിളിച്ചു പറയുകയാണ്, നിന്റെ ഈ ഒരു ആയുസ്സിൽ സർവ്വലോകം നേടിയാലും ഈ ആയുസ് കൊണ്ട് എന്താണ് പ്രയോജനം? എന്നാൽ പ്രിയ സ്നേഹിതരെ, ലോകം വെട്ടിപ്പിടിക്കുവാനും വേണ്ടിയല്ല നമ്മളെ ഇവിടെ ദൈവം അയച്ചത്. മറിച്ച് ദൈവത്തിന് മാനവരാശിയോട് ഒരിഷ്ടമുണ്ട്. ആ ഇഷ്ടം എന്താണെന്ന് നാം തിരിച്ചറിയണം. ദൈവത്തിന്റെ വചനം ഇങ്ങനെ വിളിച്ചു പറയുന്നു, രാജ്യത്വത്തിന്റെ ഈ സുവിശേഷം സകല രാഷ്ട്രങ്ങൾക്കും സാധ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ ഈ യുഗം അവസാനിക്കും. എന്താണ് രാജ്യത്വ സുവിശേഷം? എന്തുകൊണ്ടാണ് നാം മരിക്കുന്നത്? നാം ഇപ്പോൾ ഇവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? മരണത്തിന്റെ കാരണം എന്താണ്? എന്നിത്യാദി കാര്യങ്ങളെ കുറിച്ച് മനുഷ്യൻ ചിന്തിക്കാതിരിക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള ചില നല്ല ചിന്തകൾ നൽകി ദൈവം ആഗ്രഹിക്കുന്ന സ്വപ്നത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരുവാൻ പ്രിയ സ്നേഹിതരെ, ആമേൻ, ഈ സദ്വാർത്ത നിങ്ങളോട് അറിയിക്കുന്നു. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ വിലപ്പെട്ട 15-20 മിനിറ്റ് സമയങ്ങൾ ഈ സന്ദേശം ശ്രവിക്കുവാൻ ഞങ്ങൾ നിങ്ങളെ താഴ്മയായി ക്ഷണിക്കുന്നു. മനോഹരമായ ഒരു പാട്ട് പാടിയതിനു ശേഷം സ്വാർത്ഥ കേൾക്കുവാൻ ഒരുങ്ങിക്കൊള്ളുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നിൽക്കുന്നതൊന്നേയുള്ളൂ രാജ്യമാ, എൻ സ്വന്ത ഭവനമാ, ദൈവത്തിൻ രാജ്യമേ. നിൽക്കുന്നതൊന്നേയുള്ളൂ രാജ്യമാ, എൻ സ്വന്ത ഭവനമാ, ദൈവത്തിൻ രാജ്യമേ. ഇന്നു നീ സന്തോഷിച്ച ഭാര്യ പോകും, ഇന്നു നീ ആശ്രയിച്ച കണവൻ പോകും, ഇന്നു നീ പ്രത്യാശിച്ച മക്കൾ പോകും, ഇന്നു നീയോ മരിച്ച വേഗം പോകും. നിൽക്കുന്നതൊന്നേയുള്ളൂ രാജ്യമാ, എൻ സ്വന്ത ഭവനമാ, ദൈവത്തിൻ രാജ്യമേ. നിൽക്കുന്നതൊന്നേയുള്ളൂ രാജ്യമാ, എൻ സ്വന്ത ഭവനമാ, ദൈവത്തിൻ രാജ്യമേ. ഇന്നു നീ അഹങ്കരിച്ച വീട് പോകും, ഇന്നു നീ സഞ്ചരിച്ച വണ്ടി പോകും, ഇന്നു നീ ശേഖരിച്ച സ്വത്ത് പോകും, ഇന്നു നീ സന്തോഷിച്ച നഗരം പോകും. നിൽക്കുന്നതൊന്നേയുള്ളൂ രാജ്യമാ, എൻ സ്വന്ത ഭവനമാ, ദൈവത്തിൻ രാജ്യമേ. നിൽക്കുന്നതൊന്നേയുള്ളൂ രാജ്യമാ, എൻ സ്വന്ത ഭവനമാ, ദൈവത്തിൻ രാജ്യമേ.
മഹത്വപ്പെടുകയും ചെയ്യട്ടെ. മഹാപ്രപഞ്ചത്തിന്റെ ഒരു ചെറു കന്യകയായി ഭൂമിയിൽ അനേക രാജ്യങ്ങളിലൊന്നായ ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റായ കേരളത്തിലെ ഒരു ജില്ലയായ എറണാകുളം ജില്ലയിൽ കളമശ്ശേരി ബസ് സ്റ്റാൻഡിന് സമീപം സർവശക്തനായ ദൈവത്തിന്റെ സന്ദേശവുമായി, പ്രപഞ്ച സൃഷ്ടാവിന്റെ സന്ദേശവുമായി പല മണ്ഡലങ്ങളിലും കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യരെ അപ്പൻ ആഗ്രഹിക്കുന്നത്, സൃഷ്ടാവ് ആഗ്രഹിക്കുന്ന നമ്മളെ കുറിച്ചുള്ള ഭാവിയെ അറിയിച്ച് കടന്നു പോകുന്ന ഒരു ടീമിനെയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നു, രാജ്യത്തിന്റെ സുവിശേഷം സർവരാഷ്ട്രങ്ങൾക്കും സർവസൃഷ്ടികൾക്കും സാക്ഷ്യമായി ലോകത്തിൽ എല്ലായിടും അറിയിക്കപ്പെടും. അതോടെ യുഗം അവസാനിക്കും. എന്നാൽ ഇതിനെക്കുറിച്ച് യാതൊരു ബോധ്യതയുമില്ലാതെ ഒരു ജാൻ വയറിന് വേണ്ടി മാത്രം നടത്തുന്ന ഒരു വിദ്യാഭ്യാസവും പ്രാപിച്ചുകൊണ്ട് ദൈവം തന്ന സമയം മുഴുവൻ അതിനുവേണ്ടി ഉപയോഗിച്ച് LKG UKG 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ച് പ്ലസ് ടു ഡിഗ്രിയും PGയും ഉയർന്ന വിദ്യാഭ്യാസവും പ്രാപിച്ച് അതുകൊണ്ട് ജോലി, ബിസിനസ് എന്ന് പറയുന്ന പദ്ധതി ചെയ്ത് കറൻസി സ്വീകരിച്ച് അതുകൊണ്ട് ഭക്ഷണം മേടിച്ച് വയറിനിട്ട് കൊടുത്ത് അധികം താമസിയാതെ ആ ചെറിയ ബോഡിയെ വളർത്തിയെടുത്ത് വലിയതാക്കി സെമിത്തേരിക്ക് മരണത്തിന് വേണ്ടി ഇട്ടുകൊടുക്കുന്ന ഒരു ജീവിതമാണ് നമ്മുടേത്. അങ്ങനെ ജീവിക്കുന്ന നമുക്ക് പ്രിയ സഹോദരങ്ങളെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, എന്ത് ഗുണമാണുള്ളത്. ജനനം മുതലുള്ള സമയം മുഴുവൻ ഈ സിസ്റ്റത്തിൽ ചെലവഴിച്ച് അവസാനം ഉണ്ടാക്കിയെന്ന് ചിന്തിക്കുന്നതും നേടിയെന്ന് ചിന്തിക്കുന്നതും ഒന്നുമില്ലാതെ വട്ടപൂജ്യമായി മരണം നമ്മളെ കൊണ്ടുപോകുമ്പോൾ നാം വെറും ദോഷന്മാരായി തീരുകയല്ലേ. എന്നാൽ ഇതിന്റെ നടുവിൽ ഈ രാജ്യത്തെ സുവിശേഷത്തിന്റെ സന്ദേശം നിങ്ങൾക്ക് പ്രത്യാശ തരും. ഒരുപക്ഷെ നിങ്ങളിൽ ചിലർക്കെങ്കിലും ഒരു ചോദ്യം അകത്തൊതിക്കും, എന്താണ് രാജ്യത്തെ സുവിശേഷം? ഇതാരാണ് പ്രസംഗിച്ചത്? ഈ ലോകം കണ്ടതിൽ വെച്ചും ഏറ്റവും ജ്ഞാനിയായ സർവജ്ഞാനിയുടെ പുത്രനായ ക്രിസ്തു യേശുവാണ് പ്രധാനമായും ഈ സന്ദേശം ഭൂമിയിൽ അറിയിച്ച വ്യക്തി. യേശു ക്രിസ്തു ഇൻവെസ്റ്റ് ചെയ്തത് റിയൽ എസ്റ്റേറ്റിലല്ല. യേശു ക്രിസ്തു ഇൻവെസ്റ്റ് ചെയ്തത് സ്റ്റോക്ക് മാർക്കറ്റിലല്ല. യേശു ക്രിസ്തു ഇൻവെസ്റ്റ് ചെയ്തത് മനുഷ്യന്റെ സോളുകളിലാണ്. അതെങ്ങനെയാണ്? മനുഷ്യരോട് പറഞ്ഞു കൊടുത്തു, എന്താണ് മനുഷ്യനെ കുറിച്ചുള്ള സൃഷ്ടാവിന്റെ ആലോചന എന്ന്. മനുഷ്യനെ കുറിച്ചുള്ള സൃഷ്ടാവിന്റെ ആലോചനയാണ് രാജ്യത്തെ സുവിശേഷം. എന്നാൽ ദൈവത്തെക്കുറിച്ച് മനുഷ്യരുടെ ആലോചനകളാണ് മടങ്ങ്. അപ്പൊ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നവർ ചോദിക്കും, എന്താണ് ഈ രാജ്യത്തെ സുവിശേഷം? നിങ്ങളത് ചോദിക്കുമ്പോൾ എനിക്ക് പണ്ട് പറ്റിയ ഒരർത്ഥം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഒരു സുവിശേഷകനായി ഞാൻ സുവിശേഷം പറയാതെ സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു തൃപ്തി എനിക്കുണ്ടായി. രാജ്യത്തെ സുവിശേഷം എന്ന് പറയുന്ന പ്രപഞ്ച സൃഷ്ടാവായ സ്വർഗസ്ഥ പിതാവിനോടുകൂടെ നമ്മൾ ജീവിക്കുന്ന ആ അവസ്ഥയാണ് സുവിശേഷം. അതിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്ന സന്ദേശമാണ് സുവിശേഷ സന്ദേശം. എന്നാൽ പണ്ടെന്റെ സുവിശേഷ അനൗൺസ്മെന്റുകളിൽ, വേദികളിൽ ഞാൻ ഇതിനെക്കുറിച്ച് ഒരക്ഷരം പോലും മിണ്ടാതെ ദൈവത്തിന്റെ പുത്രനായ യേശുവിനെ കുറിച്ച് മാത്രം പറഞ്ഞ് സുവിശേഷം അവസാനിപ്പിച്ചു കടന്നു പോകുന്ന ഒരു ബുദ്ധിയില്ലാത്ത, വിവേകമില്ലാത്ത സുവിശേഷകനായിരുന്നു ഞാൻ. എന്നാൽ
ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തു പറഞ്ഞ സുവിശേഷത്തിൽ നിറഞ്ഞു നിന്നിരുന്നത് യേശു ക്രിസ്തുവിന്റെ പിതാവായ സ്വർഗസ്ഥ പിതാവായ നമ്മളുടെ പിതാവ് ആ സ്വർഗസ്ഥ പിതാവാണ്. എന്ത് സംസാരിച്ചാലും യേശു ക്രിസ്തു പറയുന്നത് ആ പിതാവിന്റെ രാജ്യത്തെ സമീപിച്ചിരിക്കുന്നു. നീ മാനസാന്തരപ്പെട്ടാൽ ആ പിതാവോടുകൂടെ ജീവിക്കാം. ഇത് തെളിയിക്കുവാൻ ഒരു ദൂർത്തപുത്രന്റെ കഥയും യേശു ക്രിസ്തു അറിയിക്കുകയുണ്ടായി. അവസാനം ആ ദൂർത്തപുത്രൻ ചെന്നെത്തുന്നത് ആ അപ്പനോടുകൂടെ താമസിക്കാൻ അപ്പന്റെ വീട്ടിലാണ്. എന്നാൽ പണ്ടന്റെ സുവിശേഷ വേദികളിൽ ഈ അപ്പനെ കുറിച്ച് ഒരു വാക്കുപോലും മിണ്ടാതെ സുവിശേഷകന്മാരുടെ സുവിശേഷകനായ യേശു പ്രസംഗിച്ച ഈ അപ്പനെ കുറിച്ച് ഒരു വാക്കുപോലും പറയാതെ സുവിശേഷം പറഞ്ഞ് അവസാനിപ്പിച്ച നാളുകളുടെ ജീവിതത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് എന്റെ പ്രിയ സഹോദരങ്ങളായ സുവിശേഷകരോട് കൂടി ഈ സന്ദേശം അറിയിക്കുകയാണ്. എന്നെപ്പോലെ മരണത്തിനെ നിങ്ങൾ കാണിക്കരുത്. പകരം സുവിശേഷകന്മാരുടെ സുവിശേഷകനായ സുവിശേഷകന്മാരുടെ നേതാവായ സുവിശേഷകന്മാരുടെ രാജാവായ യേശു ക്രിസ്തു എങ്ങനെ സുവിശേഷം അറിയിച്ചു അതേപോലെ സുവിശേഷം അറിയിക്കുവാൻ നിങ്ങളെ ഓരോരുത്തരെയും ഓർപ്പിക്കുകയാണ്. ആ സുവിശേഷം എല്ലാവരോടും ചേർന്ന് പറയട്ടെ. മറ്റൊന്നുമല്ല, പ്രപഞ്ച സൃഷ്ടാവായ സൂര്യനെയും ചന്ദ്രനെയും താരഗണങ്ങളെയും സർവത്തെയും എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച് ആ സ്വർഗസ്ഥ പിതാവിന്റെ കുടുംബത്തിൽ ദൈവത്തിന്റെ മകനായി കടന്നു ചെല്ലുകയും ആ ദൈവത്തോടുകൂടെ നിത്യം ജീവിക്കുകയും മരണമില്ലാതെ ആ ദൈവത്തോടുകൂടെ ജീവിച്ച് ദൈവത്തിന്റെ പ്രോപ്പർട്ടിയായ ഈ ഭൂമിയിലെ രാജാക്കന്മാരായി യേശുവോടുകൂടെ ജീവിക്കുകയും ചെയ്യുക എന്നുള്ള മഹാസന്ദേശമാണ് ആ സുവിശേഷം. ഇപ്പോൾ ഇതുവരെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഇതുവരെ പറഞ്ഞ സുവിശേഷത്തിൽ ഇന്ന് ലോകത്തിൽ പറയുന്ന സുവിശേഷത്തിൽ പറയുന്ന ഒരു കാര്യം ഇതുവരെ പറഞ്ഞില്ല. പകരം ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തു പറഞ്ഞ സുവിശേഷമാണ് നിങ്ങളെ അറിയിച്ചത്. ആ സുവിശേഷം മറ്റൊന്നുമല്ല, ദൈവത്തോടുകൂടെ പ്രപഞ്ച സൃഷ്ടാവോടുകൂടെ ജീവിക്കുവാനുള്ള ഇൻവിറ്റേഷൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് തരികയാണ്. ഇതാണ് യേശു പറഞ്ഞത്. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മനുഷ്യ, നീ മാനസാന്തരപ്പെടുക. എന്തിന്? ഈ ദൈവത്തോടുകൂടെ ജീവിക്കാൻ. അതുകൊണ്ട് പ്രിയ മകളെ ഈ ദൈവത്തോടുകൂടെ ജീവിക്കാനാണ് സുവിശേഷം. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ 1:5-9 പറയുന്നത്, ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു, ദൈവം നമ്മളെ നിയമിച്ചാക്കിയിരിക്കുന്നു. എന്തിനു വേണ്ടി? കോപത്തിനല്ല. നാം ഉറങ്ങിയാലും ഉണർന്നിരുന്നാലും നാം ദൈവത്തോടുകൂടെ ജീവിക്കേണ്ടതിന്. ഇതാണ് സുവിശേഷം. യേശു പറഞ്ഞ സുവിശേഷം, ഞാൻ ദൈവത്തോടുകൂടെ ജീവിക്കേണ്ടതിന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം രക്ഷ പ്രാപിക്കാൻ അത്ര നിയമിച്ചത്. ഇതിൽ ആദ്യ ഭാഗം ലക്ഷ്യവും രണ്ടാമത്തെ ഭാഗം മാർഗവുമാണ്. ഇത് തിരിച്ചറിയുക. ആദ്യ ഭാഗം ലക്ഷ്യം, ദൈവം നമ്മുടെ കോപത്തിലല്ല വിളിച്ചത്, നാം ഉറങ്ങിയാലും ഉണർന്നിരുന്നാലും ദൈവത്തോടുകൂടെ ജീവിക്കേണ്ടതിന്. ഇതാണ് ലക്ഷ്യം. തുടർന്ന് പറയുന്നത്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം രക്ഷ പ്രാപിക്കാൻ എത്ര നിയമിച്ചതാണ്. ഇതാണ് മാർഗം. അപ്പൊ ലക്ഷ്യം പറയാതെ മാർഗം മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ച ഒരു സുവിശേഷമായിരുന്നു എന്റെ സുവിശേഷം. എന്നാൽ അതുകൊണ്ട് ആരെ രക്ഷിക്കാൻ കഴിയത്തില്ലെന്ന് എനിക്കും തുടർന്ന് വിശുദ്ധ ബൈബിളിലൂടെ ദൈവം എനിക്ക് ബോധ്യം തന്നു. അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ ഒരു കാര്യം പറയാം. ഞങ്ങൾ ഇവിടെ പ്രസംഗിക്കുന്നതിന് മുമ്പ് തൊട്ട് മുമ്പ് കങ്ങടപ്പടി എന്ന് പറയുന്ന ഒരു ദേശത്താണ് ഈ മൈക്കെടുത്ത് സംസാരിച്ചത്. അതിന് തൊട്ട് മുമ്പ് ഞാനിവിടെ കാഴ്ച കണ്ടു. ഒരു ബസ് സ്റ്റോപ്പിൽ കുറെ ആളുകൾ ഇരിക്കുന്നു. അവർ ഇരിക്കുകയാണ്. അതിനോട് നിങ്ങൾക്കറിയാം, അവർ ഏതോ ഒരു ലക്ഷ്യത്തിലേക്ക് പോകാൻ ബസ് കാത്തിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ നോക്കുമ്പോൾ പെട്ടെന്ന് അവരൊക്കെ ആ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ്. അപ്പൊ എന്താണ് അതിന്റെ കാര്യം എന്ന് അന്വേഷിച്ചപ്പോ അങ്ങ് ദൂരെ നിന്നൊരു ബസ് വരുന്നു. അതിന്റെ മുമ്പിൽ എഴുതി വെച്ചിരിക്കുന്നു ഫോർട്ട് കൊച്ചി. അപ്പൊ എനിക്ക് മനസ്സിലായി അവർ എഴുന്നേറ്റതിന്റെ കാരണം അവരുടെ ലക്ഷ്യത്തിലേക്ക് പോകുന്ന ഒരു ബസ് വരുന്നു. അതിനൊക്കെ പല വണ്ടികളും വരുന്നുണ്ട്. ഇവരെ എഴുന്നേക്കുന്നില്ല. കാരണം ഇതൊന്നും അവരുടെ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകുന്നതല്ല. അവരുടെ ലക്ഷ്യത്തിലേക്ക്
ഒരു ബസ് വരികയാണ് ഫോർട്ട് കൊച്ചി. അപ്പൊ ലക്ഷ്യം കണ്ടപ്പോൾ അവരിരുന്ന സ്ഥാനത്ത് നിന്ന് ഇളകി അവരെഴുന്നേറ്റു. ഇതുപോലെ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്വർഗസ്ഥ പിതാവുമായിട്ടുള്ള ജീവിതമാണ്. ഇതാ യേശു പ്രസംഗിച്ച സുവിശേഷം. എല്ലാ വ്യക്തികളും തിരിച്ചറിയുക, ജാതിയിലും മതത്തിലും സംഘടനയിലും മരണത്തിലും കുടുങ്ങിപ്പോയ നമ്മളെ, ജാതിയില്ലാത്ത മതമില്ലാത്ത സംഘടനയില്ലാത്ത ഗ്രൂപ്പില്ലാത്ത നമ്മളെ പോലെ മരണമില്ലാത്ത പ്രപഞ്ച സൃഷ്ടാവോടുകൂടെ സ്വർഗസ്ഥ പിതാവോടുകൂടെ ജീവിക്കുന്നതാണ് സുവിശേഷം. അതിലേക്കുള്ള ഇൻവിറ്റേഷനാണ് ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നത്. ഇതാണ് ലക്ഷ്യം. എന്നാൽ ഈ ലക്ഷ്യത്തിലേക്ക് പോകുവാൻ ഒരു മാർഗവുമില്ലാതിരിക്കുമ്പോ സ്വർഗത്തിലെ ദൈവം നമുക്കൊരുക്കിയ ആകാശത്തിൽ മനുഷ്യരുടെ നമുക്കൊരുക്കിയ ഏക മാർഗമാണ് ഞങ്ങൾ നിങ്ങളോട് പറയുന്ന സുവിശേഷത്തിന്റെ രണ്ടാം ഭാഗം. ഒന്നാം ഭാഗം പറയാതെ രണ്ടാം ഭാഗം പറയുമ്പോൾ ജനത്തിന് ഒന്നിനും മനസ്സിലാകുന്നില്ല. അവർക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയയുമില്ല. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഫോർട്ട് കൊച്ചിക്ക് പോകുന്ന ആ ബസ് വന്നപ്പോൾ ഇവർ ചാടി എഴുന്നേറ്റ് ബസ് സ്റ്റോപ്പിലുള്ളത് എന്തിനാണെന്നറിയാമോ? ഇതാ ഞങ്ങളുടെ ലക്ഷ്യത്തിലെത്തിക്കുവാൻ ഒരു മാർഗം വരുന്നു. ആ മാർഗം എന്താണ്? ആ ബസ്സാണ്. ഫോർട്ട് കൊച്ചിക്ക് പോകുന്ന ബസ്സാണ് മാർഗം. ആ മാർഗം പോലെ സ്വർഗത്തിൽ നിന്ന് ഫോർട്ട് കൊച്ചിക്ക് പോകാനല്ല, സ്വർഗസ്ഥ പിതാവിലേക്ക് പോകുന്ന ഒരു വണ്ടി വന്നു. ആ വണ്ടിയുടെ പേരാണ്, സ്വർഗത്തിൽ ദൈവം അയച്ച വണ്ടിയുടെ പേരാണ് ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ആ ക്രിസ്തുവിൽ കയറുകയാണ് ആ പിതാവിന്റെ അടുക്കൽ എത്താൻ. എന്നാൽ ഇതിനെക്കുറിച്ച് യാതൊരു ബോധവും സുബോധവും ഇല്ലാതെ കഴിഞ്ഞ നാളിലെ ഞങ്ങളൊരു മണ്ടനായ ഒരു സുവിശേഷകനായി അറിയിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഇന്ന് ലക്ഷ്യമായ സ്വർഗസ്ഥ പിതാവിന്റെ ഭവനത്തിലെത്തുവാൻ ദൂതപുത്രനെത്തിയതുപോലെ ആ ഭവനത്തിലെത്തുവാൻ സ്വർഗത്തിലെ ആകാശയും മനുഷ്യരെയും മനുഷ്യ രക്ഷയ്ക്കായി വേറൊരു നാമം നൽകപ്പെട്ടിട്ടില്ല. അതായത് വേറൊരു വണ്ടിയും ഇല്ലാത്തതുപോലെ, ആ ഫോർട്ട് കൊച്ചിക്ക് വേറൊരു വണ്ടിയും ഇല്ലാത്തതുപോലെ സ്വർഗത്തിലെ അപ്പൻ തന്റെ അടുക്കൽ എത്തിക്കുവാൻ, നമ്മളെ തന്റെ അടുക്കൽ എത്തിക്കുവാൻ അയച്ച വണ്ടി എന്ന തുല്യമായ തന്റെ മകനെ അയച്ചു. ആ മകൻ വന്ന് ഇങ്ങനെ പറഞ്ഞു, പിതാവ് അയച്ചതേ ഞാൻ വന്നത്. ചുമ്മാ വന്നതല്ല, കാണാതെ പോയതിനെ തിരിച്ച് കണ്ടെത്തി പിതാവിന്റെ അടുത്ത് എത്തിക്കാനാണ് വന്നത്. അതേപോലെ പ്രിയമകളെ ഈ ലോകത്തിലായിരിക്കുന്ന ഞാനും നിങ്ങൾ ദൈവത്തിന്റെ കാണാതെ പോയ മക്കളാണ്. നമ്മളെ അന്വേഷിച്ച് ഇതാ ആകാശയിലും മനുഷ്യരക്ഷത്തെ ഒരേ ഒരു നാമം നൽകപ്പെട്ടത്. ആ നാമമാണ് യേശുക്രിസ്തു എന്ന നാമം. അതാണ് നമ്മുടെ മാർഗം. ഒരുപക്ഷെ സുവിശേഷം ഈ നാമം കുറെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്നാൽ ഈ നാമമായി യേശു പറഞ്ഞ സുവിശേഷം കേട്ടിട്ടുണ്ടാവില്ല. അപ്പൊ സുവിശേഷം എന്ന് മനസ്സിലാക്കിയ സുവിശേഷം സ്വർഗസ്ഥ പിതാവോടുകൂടിയുള്ള ജീവിതമാണ്. ഇതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, ദൈവം നമ്മളെ വിളിച്ചത് കോപത്തിലല്ല, നാം ഉറങ്ങിയാൽ ഉണർന്നിരുന്നാലും ദൈവത്തോട് കൂടെ ജീവിക്കേണ്ടത്. അതാണ് സുവിശേഷം. ആര് പറഞ്ഞത്? യേശു പറഞ്ഞത്. അതാണ് ലക്ഷ്യം. അതിലേക്കുള്ള ഏക മാർഗമാണ് ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും ഇപ്പോൾ ഈ സുവിശേഷത്തിലേക്ക് മരണമില്ലാത്ത, ജാതിയോ മതമോ സംഘടനയോ ഗ്രൂപ്പോ ഇല്ലാത്ത ആ സ്വർഗസ്ഥ പിതാവോടുകൂടെ ആ പിതാവിന്റെ മകനായി ജീവിപ്പാൻ ജാതിയിലും മതത്തിലും സംഘടനയിലും മരണത്തിലും കുടുങ്ങിയ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിനെന്താണ് മാർഗമെന്ന് നിങ്ങൾ ഹൃദയം അന്വേഷിക്കുന്നുവെങ്കിൽ ഇത് ഫോർട്ട് കൊച്ചിക്ക് പോകാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് അന്വേഷിച്ച് ആ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്ന വ്യക്തികൾക്ക് ഫോർട്ട് കൊച്ചി ബസ് വന്നതുപോലെ ഇതാ സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിനെയും ഭൂമിയിലേക്ക് അയക്കുകയാണ് ഏകമാർഗമായി. ആ ക്രിസ്തു കടന്നു വന്ന് ഞാൻ നിങ്ങളെ ദൈവത്തിൽ നിന്ന് അകന്നുപോയത് നമ്മുടെ മതമോ സാഹചര്യമോ നമ്മുടെ പൊക്കമോ നിറമോ കളറോ നമ്മുടെ കുടുംബമഹിമയോ അതിന്റെ വിഷയം കൊണ്ടൊന്നുമല്ല, നമ്മുടെ പാപം കൊണ്ടാണ്. ആ യേശുക്രിസ്തു കടന്നു വന്ന് മാനവകുലത്തിന്റെ പാപത്തിനായി, പാപത്തിന്റെ ശമ്പളം മരണമെന്ന ആ ശിക്ഷ യേശുക്രിസ്തു മാനവകുലത്തിനോട് കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി യേശുക്രിസ്തു ഏറ്റെടുത്തു. ആ യേശുക്രിസ്തു മരിച്ചത് എന്റെ പാപത്തിന് വേണ്ടിയാണെന്ന് സ്വർഗത്തിലെ ദൈവം എന്റെ അപ്പനയച്ച ദൈവത്തിന്റെ ഏകജാതനായ പുത്രനായ ക്രിസ്തു എന്ന് എന്റെ പാപത്തിനോട് മരിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് ആ യേശുവിനോട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് യേശുവിനെ നമ്മുടെ തലയായി നമ്മുടെ കർത്താവായി സ്വീകരിച്ച് യേശുവെ അനുഗമിച്ചനുസരിപ്പാൻ മനസ്സുള്ള ഏതൊരു വ്യക്തിക്ക് ഇതാ സ്വർഗത്തിലെ ദൈവം തന്റെ അടുക്കിലേക്ക് മക്കളെ കൊണ്ടുപോകാൻ അയച്ച ബസ്സുകൾ പോലെയുള്ള ഏകമാർഗമായ ക്രിസ്തു
നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ആശ്രയമായി തീരും. ഇതുകൊണ്ടാണ് യേശു ക്രിസ്തു പറയുന്നത്, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷ പ്രാപിക്കും. യേശു എന്ന ഏക മാർഗത്തിലൂടെ കടക്കണം. യേശു ലക്ഷ്യമല്ല, യേശു മാർഗമാണ്. ലക്ഷ്യം സ്വർഗസ്ഥ പിതാവാണ്. ഇതുകൊണ്ടാണ് യേശു പറയുന്നത്, ഞാൻ തന്നെ മാർഗമാണ്, ഞാൻ തന്നെ വഴിയാണ്, ഞാൻ തന്നെ സത്യമാണ്, ഞാൻ തന്നെ ജീവനാണ്. എന്നിലൂടെ എല്ലാവരും ആരും സ്വർഗസ്ഥ പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. ഇതുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്, അങ്ങനെ ക്രിസ്തു മുഖാന്തരം നമുക്ക് ഏക ആത്മാവിനാൽ ആ സ്വർഗസ്ഥ പിതാവിലേക്ക് പ്രവേശനമുണ്ട്. പണ്ട് എന്റെ സുവിശേഷ പ്രസംഗങ്ങളിൽ ഈ യേശു പറഞ്ഞ സ്വർഗസ്ഥ പിതാവിനെ ഒരു പ്രാവശ്യം പോലും ഞാൻ പറയില്ല. എനിക്ക് അറിയില്ലായിരുന്നു, ഞാൻ കുരുടനായിരുന്നു. എന്നാൽ ഇന്ന് ആ യേശു ക്രിസ്തുവിന്റെ അവയവമായ എനിക്ക് ആ പിതാവിനെ ഒഴിച്ച് ഒരു സുവിശേഷം ഇല്ല. ആ പിതാവിന്റെ അടുക്കലേക്ക്, ആ ലക്ഷ്യത്തിന്റെ അടുക്കലേക്ക് എത്തുവാനുള്ള മാർഗമാണ് ക്രിസ്തു. ഈ മാർഗത്തെ തിരിഞ്ഞ് വേറൊരു മാർഗവുമില്ല. അതുകൊണ്ട് എന്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ആരെങ്കിലും ഈ സുവിശേഷം, ഈ നല്ല വിശേഷത്തിൽ സ്വർഗസ്ഥ പിതാവോടുകൂടിയുള്ള ജീവിതത്തിൽ എത്തിച്ചേരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വേറെ ഒരു വഴിയില്ല യേശു ക്രിസ്തു എന്ന വഴിയല്ലാതെ. ഇത് മനസ്സിലാക്കിക്കൊണ്ട് പ്രിയമകളെ യേശു ക്രിസ്തു ദൈവപുത്രൻ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ പാപങ്ങളെ ഓർത്ത് മാനസാന്തരപ്പെട്ട് ആ സ്വർഗസ്ഥ പിതാവോടുകൂടി ജീവിപ്പാൻ, യേശുവിൽ പ്രവേശിപ്പാൻ, അങ്ങനെ സ്വർഗസ്ഥ പിതാവും ക്രിസ്തു ഒന്നായിരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ നിങ്ങൾക്ക് സ്വർഗസ്ഥ പിതാവുമായി ഒന്നായിത്തീരാം. തുടർന്ന് യേശുവിനെ കർത്താവായി സ്വീകരിച്ച് യേശുവെ അനുഗമിച്ച് അനുസരിച്ച് നാളോടെ ക്രിസ്തുവിനെ ധരിച്ച ക്രിസ്തുവിന്റെ സ്വഭാവത്തിൽ വളരുന്നതെങ്കിൽ പ്രിയമകളെ അതാണ് ദൈവം. അങ്ങനെ നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിൽ സ്വർഗീയ പിതാവിനോട് ജീവിക്കാൻ കഴിയും ക്രിസ്തു. ഇതിനുവേണ്ടി നിങ്ങളെ ഏവരെയും ഇൻവൈറ്റ് ചെയ്യുകയാണ് പ്രിയ സഹോദരങ്ങളെ. അതുകൊണ്ട് സുവിശേഷത്തിന് രണ്ട് ഭാഗങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുക. ഒന്ന്, യേശു ക്രിസ്തു തന്റെ 3.5 വർഷക്കാലം ഭൂമിയിൽ പ്രസംഗിച്ച ആ സുവിശേഷം ലക്ഷ്യം. എന്നാൽ അതിന്റെ അടുത്ത ഭാഗം, ആ 3 വർഷത്തെ പ്രസംഗത്തിന് ശേഷം യേശു ക്രിസ്തു കാൽവരിയിൽ പോയി യാഗമായി എന്നതിനു വേണ്ടി ഈ ലക്ഷ്യത്തിലേക്ക് ദൈവജനത്തിന് ഒരു മാർഗം ഒരുക്കാൻ. അങ്ങനെ കാൽവരി ക്രൂശിൽ തന്റെ ദേഹം എന്ന തിരശ്ശേരിയോടെ ജീവനുള്ള പുതിയ വഴിയെ തുറന്നു. അതാണ് മാർഗം. അതുകൊണ്ട് ഈ മാർഗം ഉപയോഗിച്ച് ലക്ഷ്യത്തിലെത്തുവാൻ ഏവരെയും ഓർപ്പിക്കുന്നു. എന്നോട് എന്റെ കൂടെ പ്രവർത്തിക്കുന്ന ഈ ലോകത്ത് എല്ലാവരുടെയും കേൾക്കുന്ന എല്ലാ സുവിശേഷകരോടും എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. യേശു പറഞ്ഞതുപോലെ ലക്ഷ്യം പറഞ്ഞ് മാർഗം പറയണേ എന്ന് ഓർപ്പിക്കുകയാണ്. ലക്ഷ്യം പറയാതെ മാർഗം പറഞ്ഞാൽ ഈ അറിവില്ലാത്ത അജ്ഞരായ യേശുവിന്റെ ഭാഷയിൽ പറഞ്ഞ കുരുടന്മാരായ ജനത്തിന് എന്ത് മനസ്സിലാവും? അനേക മതങ്ങളോടുകൂടി ഒരു മതമായി ഈ ക്രിസ്തുവിന്റെ മാർഗത്തെ നാം റിഡ്യൂസ് ചെയ്യുന്ന, കുറച്ചു കളയുന്ന അറിവില്ലാത്തവരായി തീരും. ഈ ജനത്തെ നരകക്കുഴികൾ തള്ളിയിടും. പകരം ദൈവത്തിന് ജാതിയോ മതമോ സംഘടനയോ ഗ്രൂപ്പോ ഒന്നുമില്ല. സ്നേഹനിധിയായ ഒരു സൃഷ്ടാവ് പിതാവായ ദൈവം തന്റെ കുടുംബത്തിലേക്ക് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുക. നിങ്ങൾ ആരും മറന്നു പോകരുത്. ഇതാണ് സുവിശേഷ സന്ദേശം നിങ്ങളെ അറിയിച്ചിരിക്കുന്നു. ഇവിടെ ഞങ്ങൾ അടുത്ത ദേശത്തേക്ക് കടന്നു പോകുന്നു. ഇവിടെ ഞങ്ങളുടെ സഹോദരന്മാർ നിങ്ങളുടെ 2 നോട്ടീസ് നൽകിയിട്ടുണ്ട്. അതിലൊന്ന്, ഞങ്ങൾ ഇവിടെ സംസാരിച്ച ആ രാജ്യത്തെ സുവിശേഷം നിങ്ങളുടെ മനസ്സിൽ നിൽക്കില്ല. കാരണം അതിനുള്ളൊരു PH പൊട്ടൻഷ്യൽ ഹൈഡ്രജൻ എന്ന് പറയുന്ന ആ സംഭവം നമ്മുടെ മനസ്സിലില്ല, ക്രിസ്തുവിന്റെ മനസ്സില്ല, ദൈവരാജ്യത്തിന്റെ മനസ്സ് നമുക്കില്ല. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് മറന്നുപോകും. എന്നാൽ ആ നോട്ടീസ് വളരെ സ്മാർട്ട്, അത് മറക്കില്ല. അത് നിങ്ങൾ വീണ്ടും വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും ഈ പറഞ്ഞത് അതിൽ തിരിച്ചറിയാനായിട്ട് കഴിയാം. പിന്നെ മറ്റൊരു നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇവിടെ അടുത്ത് പൂക്കാട്ടുപടിയിൽ പഞ്ചായത്ത് റോഡ് എന്ന് പറയുന്ന സ്ഥലത്ത് കഴിഞ്ഞ 22 വർഷത്തിലധികമായി പ്രവർത്തിച്ചു വരുന്ന ഒരു ധ്യാന കേന്ദ്രമുണ്ട്. എല്ലാ മാസവും ആദ്യ തിങ്കളാഴ്ച ആരംഭിച്ച് ഞായറാഴ്ച അവസാനിക്കുന്ന ആ ധ്യാനത്തിലേക്ക് നിങ്ങൾ ഇൻവൈറ്റ് ചെയ്ത നോട്ടീസാണ്. ഇതാ അധ്വാനിക്കുന്നവർക്കും ഭാരം ചുമക്കുന്നവർക്കും ഈ ലോകത്തിൽ ആശ്രയമില്ലാത്തവർക്കും ഒറ്റപ്പെട്ടു പോയവർക്കും മാത്രമല്ല ഈ ലോകത്തിലെ ആർക്കും അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെയുള്ള ആശ്വാസം കൈക്കൊണ്ട് നിത്യം ദൈവത്തോടുകൂടി ജീവിക്കാനുള്ള മാർഗം പറഞ്ഞു കൊടുക്കുന്ന ഒരു സ്ഥലമാണത്. നിങ്ങൾക്ക് അവിടെ കടന്നു വരാം. അടുത്ത ധ്യാനം ഈ മെയ് 5-ാം തീയതിയാണ്. നിങ്ങൾ ഏവരെയും അതിലേക്ക് ക്ഷണിക്കുകയാണ്. ഇതിനെക്കുറിച്ച് കൂടുതലായി നിങ്ങൾ അറിയാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ ആ നോട്ടീസിന് താഴെ ഞങ്ങളുടെ ടെലിഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഞങ്ങളെ വിളിക്കുന്നുവെങ്കിൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. അതൊരു ജാതിയിലേക്ക്, മതത്തിലേക്ക്, സംഘടനയിലേക്ക് നയിക്കുന്ന ഒരു സ്ഥലമല്ല. പകരം സൃഷ്ടാവായ ദൈവത്തെ കുറിച്ച് ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്തറിയിച്ചുവോ അത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്ന, തുടർന്ന് ആ ക്രിസ്തു കാൽവരി ക്രൂശ് നമുക്ക് വേണ്ടി യാഗം പറഞ്ഞുകൊണ്ട് ആ മാർഗം നിങ്ങൾക്ക് സ്പഷ്ടമാക്കി തരുന്ന ഒരു ക്രമീകരണമാണ്.
അവിടെ കടന്നു വരിക. നിങ്ങളെ ഏവരെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ്. മെയ് 5-ാം തീയതി മറക്കരുത്. ഓൺലൈനിലൂടെ എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം അതിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ നാട്ടുകാരോടൊപ്പം ഞങ്ങൾ ഇവർക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിച്ച്, ഇവർക്ക് വേണ്ടി മാത്രമല്ല നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിച്ച് ഇത് കടന്നു പോകുന്നു. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, മാനവകുലത്തെ കുറിച്ചുള്ള അങ്ങയുടെ ആലോചന അങ്ങ് ഞങ്ങളെ അറിയിച്ചു. അതിന്റെ പേരാണല്ലോ രാജ്യത്ത് സുവിശേഷം. അങ്ങയോട് കൂടി ഒരുമിച്ച് ജീവിക്കുന്ന ആ ജീവിതം ക്രിസ്തു ഞങ്ങൾക്ക് പറഞ്ഞു തന്നെങ്കിൽ ഞങ്ങൾക്കിത് മനസ്സിലായില്ല. ഞങ്ങളുടെ മനസ്സ് ഈ ലോകത്തിന്റെ മനസ്സായിപ്പോയി. എന്നാൽ ഇന്ന് അങ്ങയുടെ ആത്മാവിലൂടെ അങ്ങ് ഞങ്ങൾക്ക് തിരിച്ചറിയിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ അങ്ങയുടെ ചിന്തകൾ മനസ്സിലാക്കി ഞങ്ങൾ അങ്ങിലെത്തുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതാ ഇവിടെയുള്ളവർ ഏവരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ ദേശവാസികളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇവിടെ ബിസിനസ് നടത്തുന്ന, വണ്ടി ഓടിക്കുന്ന, ഹോട്ടൽ നടത്തുന്ന എല്ലാവരെയും, അപ്പൊ ഈ ഹോസ്പിറ്റൽ പരിസരവും ഇവിടെയുള്ള എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ അവരെ അനുഗ്രഹിക്കുന്നു. ഇവരെ മാത്രമല്ല ഈ ശബ്ദ കാഴ്ച വരുന്നീയ എന്നെ ശ്രമിക്കുന്ന, ഇപ്പോഴും ശ്രമിക്കുന്ന, തുടർന്ന് ശ്രമിക്കുന്ന ഏവരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവരും അവരുടെ കുടുംബാംഗങ്ങളും അവർക്കുള്ളതെല്ലാം അങ്ങാൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ. ഈ അനുഗ്രഹം അവർ വിട്ടുദേശത്തെത്തുവാൻ ഇടയാകട്ടെ. രോഗികൾ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. ദൈവത്തിന്റെ ജീവനും സമാധാനവും ഈ ജനത്തിനോട് നിറയട്ടെ. ദൈവം അങ്ങ് ചെയ്തിരിക്കുന്നതിനായി ദൈവത്തിന് നന്ദി പറയുന്നു. സർവ്വമഹത്വവും പിതാവേ അങ്ങേക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. നന്ദി, നമസ്കാരം.